കുറുവദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വനംവകുപ്പ് ജീവനക്കാരൻ മരിച്ചു. വാച്ചർ പോൾ VP ആണ് മരിച്ചത്. അല്പം മുൻപാണ് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ നടക്കും. രാഹുൽ KV വിവരങ്ങളുമായിട്ട്. രാഹുൽ, നേരത്തെ ആവശ്യമെങ്കിൽ എയർലിഫ്റ്റിംഗ് വരെ പരിഗണിക്കാമെന്നൊക്കെ അധികൃതരിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ എപ്പോഴാണ് എത്തിച്ചത്? അപ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു. ദുഃഖകരമാണ്. ഒരാഴ്ചക്കിടെ ശരി, രാഹുലിനെ കേൾക്കാൻ കഴിയുന്നില്ല. അരുൺ അമർനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും. അരുൺ, അജീഷിൻ്റെ മരണമുണ്ടാക്കിയ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴാണ് കുറുവദ്വീപിൽ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം. എപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം പോളിന് ഏറ്റത്? എത്ര സമയം കോഴിക്കോടേക്കൊക്കെ എത്തിക്കാനെടുത്തു? മരണം എപ്പോൾ സംഭവിച്ചു? രാവിലെ 9:30 പോൾ കാട്ടാനയുടെ ആക്രമണമേറ്റ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അവിടെ നിന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാക്കം സ്വദേശിയായ പോളിന്റെ വീടാണ് നമ്മൾ കാണുന്നത്. പോളിന് ഒരു അസുഖബാധിതയായ ഒരു ഭാര്യയും 10ാം ക്ലാസ്സുകാരിയായ ഒരു മകളുമാണുള്ളത്. നേരത്തെ അജീഷിന്റെ മകളുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ആർക്കും ഇനിയൊരു അവസ്ഥ ഉണ്ടാകരുതെന്ന വയനാടിന്റെ ജനതയുടെ ഒരു സ്വരം തന്നെയാണ് ആ കുട്ടിയുടെ വാക്കുകളിലൂടെ എന്ന് നമ്മൾ കേട്ടിരുന്നത്. അതിനിടെയാണ് ഒരാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ സംഭവമായി. രണ്ടാമത്തെ ആൾക്കാണ് ഒരാഴ്ചക്കിടെ ജീവൻ നഷ്ടമാകുന്നത്. നാട്ടുകാരുടെ വൈകാരിക പ്രതികരണങ്ങൾ, രോഷാകുലരായ നാട്ടുകാരെ നമ്മൾ ഇവിടെ കണ്ടു. അവരുടെ കാലാകാലങ്ങളായി അവർ നേരിടുന്ന, അവരുടെ നിത്യജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നമാണ്. അതിനിടെ ഇത്തരം മരണങ്ങൾ കൂടി തനിയാവർത്തനമാകുമ്പോൾ ഇനി എന്ത് എന്ന വലിയ ചോദ്യം ബാക്കിയാണ്. തലനാരിഴയ്ക്കൊക്കെ ജീവൻ രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളാണ് നേരത്തെ നമ്മൾ കേട്ടത്. ഇത് ഇവർക്ക് ഒരു നിത്യസംഭവമാണ്. അതിങ്ങനെ തുടരുമ്പോൾ എന്താണ് ഇനി എന്നൊരു ചോദ്യം ബാക്കിയാണ്. എന്തായാലും അത്തരത്തിൽ അജീഷിന്റേതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെ സാക്ഷ്യമാവുമെന്ന് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അജീഷിന്റെ മൃതദേഹവുമായൊക്കെ ഈ ഒരു സമരങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. മൃതദേഹവുമായൊക്കെ റോഡ് ഉപരോധിച്ച സമരം, അത്തരത്തിൽ പോളിന്റെ മൃതദേഹവുമായൊക്കെ റോഡ് ഉപരോധിക്കുമെന്നൊക്കെ നാട്ടുകാർ ഈ ഒരു മണിക്കൂറിൽ എന്തായാലും പ്രതികരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു രോഷം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അജീഷിന്റെ മൃതദേഹം നാളെയോടുകൂടിയാണ് ഇവിടേക്ക് വസതിയിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. വനംവകുപ്പിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയരുന്നു, ആരോപണമുയരുന്നു. വനംവകുപ്പിന്റെ അനാസ്ഥ എന്നുള്ളത് ആവർത്തിക്കുകയാണ് നാട്ടുകാർ. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. ഈ ഒരു മിഷൻ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. അത് പടമലയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ മോഴയാനയെ കണ്ടുപിടിക്കാനുള്ള ഒരു ദൗത്യം അവിടെ നടക്കുമ്പോൾ കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുന്നത്. ഒന്നിനെ പരിഹാരമായില്ല, അപ്പോഴേക്ക് അടുത്തത് വരുന്നു എന്നൊരു സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഈ മണിക്കൂറിൽ കാണുന്നു. എന്തായാലും ഞാൻ തിരികെ വരാം. ഇപ്പോൾ നാട്ടുകാരിൽ ഒരാളുടെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. പേടിയാ, രാത്രിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിയാ. ഒരു പട്ടി കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാ. ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഞങ്ങളെയൊക്കെ നാളെ കാണുന്നത് നിങ്ങൾക്ക് സംശയ. അത്രയും വേദനയോടെ പറയുന്നേ. പേടിയാണ്. ആദ്യമൊക്കെ ആനേനെ പേടിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആനേനെ വെടിവെച്ചിടാൻ ഞങ്ങൾക്കറിയാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആ പണി അറിയില്ല. ഇപ്പൊ എത്രയായി ഒരാളെ ആനയെ കൊന്നിട്ട്? ഒരു മനുഷ്യനെ കൊന്നിട്ട് എത്ര ദിവസമായി? 10 ദിവസത്തിൽ കൂടെയായി. അതിനെ മയക്ക് വെടി വെക്കാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആനനെ കിട്ടിയില്ലാന്ന്. ഞാൻ ഒന്ന് ചുണയായിട്ട് പറയട്ടെ, ഞങ്ങൾ പാക്കങ്കാർക്ക് പറ, ഒറ്റ 24 മണിക്കൂർ മതി. 24 മണിക്കൂർ ഞങ്ങൾ ആനനെ ഏത് സ്പോട്ടിലാന്ന് വെച്ചാൽ ഞങ്ങൾ അതിനെ മയക്ക് വെടി വെച്ച് ഇടാൻ ഞങ്ങളുണ്ട്, ഞങ്ങളെ പിള്ളേരുണ്ട്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ആളുകൾ വല്ലാത്തൊരു ക്ഷോഭത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അജീഷിന്റെ മരണം, അതിനുശേഷം ഈ ദൗത്യം നീണ്ടുപോകുന്നു. അതിന് പിന്നാലെയാണ് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഏകദേശം എത്ര കിലോമീറ്റർ ദൂരം വരും? ഒപ്പം തന്നെ ഇപ്പോൾ അവിടുത്തെ സ്ഥിരമായി അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്നതാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാൻ ഇടയായതെന്നാണ് മനസ്സിലാകുന്നത്?
വിഷയം മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ പാക്കം എന്ന് പറയുന്ന സ്ഥലം. അതും ഈ പടമലയുമായി ഏകദേശം 10 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ഏകദേശം ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെയാണ് ഈ പടമലയിൽ ആന ഇറങ്ങിയപ്പോഴും ആശങ്കയിലായതാണ്. അവരുടെയൊക്കെ പ്രതിഷേധങ്ങളും നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അതിന് തുടർച്ച എന്നോണമാണ് വീണ്ടും ഇതേ സമീപത്ത് തന്നെ എന്ന് നമുക്ക് ഇതെല്ലാം ഒരു പ്രദേശത്തിന്റെ ഒരു ടെറിട്ടറി ആയി വരുന്ന ഒരു പ്രദേശമാണ്. ഈ വനംവകുപ്പ് റീജിയനാണ്, ഡിവിഷനാണ്. അത് അവിടെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടി നമ്മോട് ചേരുന്നുണ്ട്. എന്താണ് തുടർക്കഥയാവുകയാണ്? കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത് 2ാമത്തെ മരണമാണ്. വയനാട് ജില്ലയിൽ ഈ മാനന്തവാടി പുൽപ്പള്ളി പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസമേ ഉള്ളൂ ഈ പറയുന്ന പയ്യമ്പള്ളിയും പടമലയും അതുപോലെ ഈ പാക്കം എന്ന് പറയുന്ന പ്രദേശവും. ഇന്ന് രാവിലെ ജോലി ആവശ്യാർത്ഥം കുറുവയിലെ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന പോളിനെയാണ് ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാനന്തവാടിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കോഴിക്കോട് എത്തി ട്രീറ്റ്മെന്റിന് തുടങ്ങുന്നതിന് മുമ്പ് മരണപ്പെടുകയും ഉണ്ടായ സാഹചര്യം. ഈ കുടുംബത്തെ നോക്കുമ്പോൾ നമുക്കറിയാം, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഏറെ പാവപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു കുഞ്ഞും കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിക്കാനുള്ള യാതൊരു ഗതിയുമില്ലാത്ത തൊഴിലുറപ്പ് ആശ്രയം എന്ന് പറയുന്നത് തൊഴിലുറപ്പ്. അതിന്റെ കൂടെ ഈ താൽക്കാലിക വാച്ചറായി കിട്ടുന്ന ജോലിയുടെ വേതനവുമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം.